രാവിലെ വണ്ടി എടുത്തുകൊണ്ട് എങ്ങോട്ടാന്നുള്ള ചിന്താഗതി നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഇന്നലെ രണ്ടുപേരെ ഞാൻ പറവൂർ കൊണ്ടിട്ടുണ്ടായിരുന്നു. അവർ തിരിച്ചെടുക്കാൻ പോകുന്ന പോക്കാണ്. എറണാകുളത്ത് ജനിച്ചിട്ട് എൻ്റെ അമ്മ ഇത് ആലുവ മണപ്പുറം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം. അപ്പോൾ ഒന്ന് കൊണ്ട് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. പാവല്ലേ വീടോ അവിടെ ഇപ്പൊ ആ സൈഡാ അവിടെ ഇതിന്റെ താഴെ കുറച്ചേരം അവിടെ ഇരുന്ന് കാറ്റ് കൊണ്ടിട്ട് നമ്മൾ പെട്രോൾ പമ്പിൽ വന്ന് പെട്രോളും അടിച്ച് വീട് പിടിക്കാനുള്ള പരിപാടി. മൈലേജ് അത്ര ഇല്ല. മൈലേജ് കുടിക്കും, വെള്ളം കുടിക്കുന്ന പോലെ എങ്ങനാണോ അങ്ങനെ കുടിക്കും. ഇന്നലെ ഈ വണ്ടിക്ക് അത് ഞാൻ 5000 രൂപ പെട്രോൾ അടിച്ചു. അത് കേട്ടിട്ട് അമ്മയുടെ റിയാക്ഷൻ ആണ് ഷോന്ന്. നമുക്കൊന്നേ പറയാനുള്ളൂ, പണം പോട്ടെ പവർ പോട്ടെ. അയ്യോ ഞാൻ ഈ സാധനത്തിനൊക്കെ എതിരാണെങ്കിലും അമ്മയ്ക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ ഞാൻ ഇത് മേടിക്കുന്നു. നിങ്ങൾ നിലവിൽ ആലോ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്, തിരിച്ച് നാട്ടിലോട്ട് പോകണം, അതായത് പത്തനംതിട്ട കോട്ടയം ഏരിയയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല റൂട്ടാണ് ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല റൂട്ടും ആണ്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്, നല്ല റോഡുമാണ്, തിരക്കുമില്ല, അടിപൊളിയാണ്. പിന്നെ കിലോമീറ്റർ കുറച്ച് കൂടുതലാണ്. ഞാൻ പിന്നെ കിലോമീറ്റർ ഒന്നും നോക്കാറില്ല, നല്ല റോഡേ നോക്കാറുള്ളൂ. അതിങ്ങനെ നോക്കുന്നവർക്ക് ബെറ്റർ ആയിരിക്കും. രാമപുരം പാല മണിമല റൂട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ട്രൈ ചെയ്ത് നോക്ക്, ട്രസ്റ്റ് മീ, ബെറ്റർ ആയിരിക്കും. ഇടയ്ക്ക് ബീജം ഇട്ട് സപ്പോർട്ട് ചെയ്തത് അമ്മൂമ്മയാണ് കേട്ടോ. മണിമല കഴിഞ്ഞപ്പോഴാണ് ഈ വണ്ടി കണ്ടത്. പിന്നെ ഇതങ്ങ് മേടിച്ച് തിന്നാന്ന് വിചാരിച്ചു. ഞാൻ ഇതിനൊക്കെ എതിരാണ് കേട്ടോ. ഈ ഷുഗർ കാണാൻ നല്ല രസമുണ്ടല്ലേ, കണ്ടപ്പോൾ 3 തിന്നു നോക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്തിനാ ഇടി മേടിക്കുന്നതെന്ന് വിചാരിച്ച് വേണ്ടാന്ന് വെച്ചു. നിങ്ങൾ ഈ കാക്കയുടെ സൗണ്ട് കേട്ടോ. ഈ എറണാകുളം ഭാഗത്തേക്ക് ഈ കാക്കകളുണ്ടോന്ന് ആലുവയിലെങ്കിൽ ഞാനിത് കേൾക്കാറില്ല. അവിടുന്ന് ഫുഡ് പാഴ്സൽ മേടിച്ചോണ്ടെങ്കിൽ അവിടുത്തെ ക്യാഷിൽ നിന്ന് പുള്ളി എന്നോട് ചോദിച്ചു വെട്ടൂരുള്ളത്. ഞാൻ ഓർത്ത് എന്നെ എങ്ങനെ അറിയാം, ഞാൻ ഇനിയും വലിയ ഫേമസ് ആയിരുന്നു. ഞാൻ ചോദിച്ചു എന്നെ എങ്ങനെ അറിയാം, അത് ഞാൻ ജിഷ്ണുവിന്റെ ഫ്രണ്ടാ, അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന്. ആ പറഞ്ഞ വ്യക്തിയെ ഞാൻ കാണിച്ചു തരാം. ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കഥ തീർന്നിട്ടില്ല. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കാണിക്കാം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ ബൈ.